ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ആദ്യമോനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അവൻ എന്നും ഓട്ടോയ്ക്കകത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് അവന് വണ്ടി കിട്ടിയില്ല. അപ്പം ഞാനും കണ്ണനും കൂടെ കൊണ്ടാക്കാമെന്ന് കരുതി. കണ്ണന് കടയിൽ കയറാൻ നേരം ആയതുകൊണ്ട് തന്നെ എന്നെ ആദ്യമോനെയും അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് ആക്കിയിട്ട് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ആദ്യം കൂടെ നടന്ന് സ്കൂളിലെത്തിയപ്പോഴത്തേനും സന്ധ്യ ടീച്ചർ അവനെ വിളിച്ചുകൊണ്ടങ്ങ് കയറിപ്പോയി. എൻ്റെ അപ്പൂപ്പൻ ഇവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വരുന്ന നോക്കി. എൻ്റെ അമ്മൂമ്മയും എന്തെന്ന് ചോദിച്ചപ്പോഴത്തേനും അമ്മൂമ്മ വരുന്നുണ്ട്. ഞാൻ വന്നപ്പം കയ്യിലും തോർത്തുമായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും പോയി നൈറ്റി എടുത്തിട്ടുണ്ട് വന്നത് കേട്ടോ. ദാണ്ടെ ഇവിടുന്ന് നേരെ നോക്കുന്നത് സ്കൂളാണേ. ഇത്രയും ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക്. ഇപ്പം അപ്പൂപ്പന് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. കണ്ടോ കയ്യിൽ സൂചി ഇട്ടേക്കുന്നത്. വലിയൊരു പനി വന്നിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. അതുപോലെ എൻ്റെ അമ്മൂമ്മയ്ക്ക് കയ്യിലൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും വീട്ടിൽ തന്നെ ഇരിക്കും കേട്ടോ, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ. വീട്ടിലിരുന്നാലും അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു സാധനങ്ങളും പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല. പച്ചക്കറിക്ക് മുളകാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും അപ്പൂപ്പന് വീട്ടിൽ തന്നെ കൃഷിയുണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മയും അങ്ങനെ പൊതുവെ പച്ചക്കറി മേടിക്കാറേ ഇല്ല. ഞങ്ങൾ പച്ചക്കറി മേടിക്കുമ്പോൾ ഞങ്ങൾ വഴക്ക് പറയും, എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണ്ടായോ, എന്തിനാ വെറുതെ വെളിയിൽ നിന്നുള്ള പച്ചക്കറി മേടിച്ച് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൂപ്പന് അത്യാവശ്യം നല്ല കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് കുറച്ചൊക്കെ നമ്മളും എടുത്തുകൊണ്ട് പോകാറുമുണ്ട് കേട്ടോ. അമ്മൂമ്മയ്ക്ക് പച്ചക്കറിയേക്കാൾ കൂടുതൽ ചെടികളോടാട്ടോ താല്പര്യം. അതുകൊണ്ട് തന്നെ ഇനി ഏത് കാട്ടുചെടി ആയാലും ശരി തന്നെ അമ്മൂമ്മ അത് പിഴുതുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് നട്ടു വെച്ചിരിക്കും. അതുപോലെ തന്നെ കുറേ ഉണ്ടമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും കാന്താരി മുളകിൻ്റെയും ഒക്കെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള കാന്താരിയുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു വെള്ള കാന്താരി, പിന്നെ അല്ലാതെ വയലറ്റ് ഉണ്ടമുളക്, പിന്നെ വഴുതനങ്ങ, അങ്ങനെ കുറേ ഐറ്റം ഉണ്ട്. ഇതാണ്ടേ ഞാൻ പറഞ്ഞ വെള്ള കാന്താരി ഇതാണേ. അതുപോലെ തന്നെ കാട്ടുചെടികളായാലും ശരി തന്നെ കാട്ടുതെറ്റി അങ്ങനെ കുറ്റിച്ചെടികളെല്ലാം ഈ വഴിയിലെല്ലാം ഉണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ആരെങ്കിലും വന്ന് ഓടി വന്നാലും പെട്ടെന്ന് തോട്ടിലോട്ട് തെന്നി ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, റോസാപ്പൂ കേട്ടോ. ചെറിയ റോസയാണ്, പക്ഷെ ഒരു കൊലയിൽ തന്നെ ഒരു 10-12 എണ്ണം ഉണ്ടാവും. നല്ല ഭംഗിയാട്ടോ നിൽക്കുന്ന കാണാൻ. ഇതിപ്പോൾ മഴയായതുകൊണ്ട് കുറേയൊക്കെ പൊഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടേ. അവിടെ നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേനും കുറച്ച് മരങ്ങളുടെ ഇടയിലോട്ടാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, അപ്പം എല്ലായിടത്തും നല്ല വൃത്തിയാക്കി ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങിപ്പോകും. കാരണം ചേരയും പാമ്പിനെയും കണ്ടാലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഒരിടത്തും വലിയ കാടോ പടലോ ഒന്നും ആക്കി ഇടത്തില്ല. ഇവിടെ നിന്ന് നേരെ നമ്മൾ വന്ന് ഇറങ്ങുന്നത് ഒരു പ്ലാവിൻ്റെ മൂട്ടിലോട്ടാട്ടോ. ഇത് കണ്ടോ, നിറച്ചും കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഇതിൽ 3 ചക്ക ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വർഷം 2 വട്ടം കായ്ക്കുന്ന മരമാണേ. അപ്പോൾ കഴിഞ്ഞ വട്ടം 3 ചക്ക ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ വട്ടം നിറച്ചും കഴിച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ കണ്ണ് തട്ടാതിരിക്കട്ടെ കേട്ടോ.